ഒരു ഊഷ്മളമായ പ്രഭാതത്തിൽ രഘു തന്റെ ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര ആരംഭിച്ചു. കഴിഞ്ഞ 3 മാസമായി ഒരു പ്രോജക്റ്റ് സംബന്ധമായ ജോലിക്കായി അദ്ദേഹം ബംഗളൂരുവിലായിരുന്നു. ജോലി അവസാനിച്ചപ്പോൾ ഒരൊറ്റ ചിന്ത മാത്രമേ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ: കേരളത്തിലെ തന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി അമ്മയുണ്ടാക്കിയ ചായ കുടിക്കുക. രഘുവിന് സീറ്റ് റിസർവേഷൻ ഉണ്ടായിരുന്നില്ല. അതിനാൽ അദ്ദേഹം ഒരു ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി. യാത്രക്കാർ തിങ്ങിനിറഞ്ഞിരുന്നു. നിൽക്കാൻ പോലും കഷ്ടിച്ച് സ്ഥലമുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ കൈവശം ഒരു ചെറിയ ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും അതിൽ പ്രധാനപ്പെട്ട രേഖകളും പണവും സൂക്ഷിച്ചിരുന്നു. അദ്ദേഹം അത് ശ്രദ്ധാപൂർവം കാത്തുസൂക്ഷിച്ചു. 5 മണിക്കൂർ യാത്രയും 10 മണിക്കൂർ ട്രെയിനിലെ യാത്രയും മൊത്തം 15 മണിക്കൂറിന് ശേഷം രാവിലെ 8 മണി കഴിഞ്ഞ് 30 മിനിറ്റോടെ അദ്ദേഹം എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. മിന്നുന്ന വിളക്കുകൾ സ്റ്റേഷന് വിചിത്രമായ ഒറ്റപ്പെട്ട ഒരനുഭൂതി നൽകി. നഗരത്തിൽ ഇത് അദ്ദേഹത്തിന്റെ ആദ്യ അനുഭവമായിരുന്നു. രഘുവിന് വഴികളെക്കുറിച്ചോ ചുറ്റുപാടുകളെക്കുറിച്ചോ ഒരു ധാരണയുമുണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു ബെഞ്ചിലിരുന്ന് മൊബൈൽ ഫോണിൽ വഴികൾ നോക്കുമ്പോൾ പെട്ടെന്നാരോ പിന്നിൽ നിന്ന് ബാഗ് തട്ടിയെടുത്ത് ഓട്ടി. രഘുവിന് എന്ത് സംഭവിച്ചുവെന്ന് പൂർണ്ണമായി മനസ്സിലാകുന്നതിനു മുൻപുതന്നെ കള്ളൻ സ്റ്റേഷന്റെ ഇരുണ്ട പിൻഭാഗത്തേക്ക് അപ്രത്യക്ഷനായിരുന്നു. രഘു ഞെട്ടിപ്പോയിരുന്നു. ഇങ്ങനെയൊരു അനുഭവം അദ്ദേഹത്തിന് ആദ്യമായിട്ടായിരുന്നു. സമയം പാഴാക്കാതെ അദ്ദേഹം സ്റ്റേഷനിലെ പോലീസ് ഹെൽപ്പ് ഡെസ്കിലേക്ക് പാഞ്ഞു. എന്റെ ബാഗ് മോഷണം പോയി, അദ്ദേഹം പറഞ്ഞു. അതിലെന്റെ പാസ്പോർട്ട്, ATM കാർഡ്, വ്യക്തിപരമായ രേഖകൾ, കുറച്ച് പണം എന്നിവയുണ്ടായിരുന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഓഫീസർ, സീനിയർ സബ് ഇൻസ്പെക്ടർ ജയകുമാർ, ശാന്തമായി കേട്ടു. ബാഗിന്റെ നിറം പറയുക. അതിനുള്ളിൽ എന്തൊക്കെയായിരുന്നു? നീലനിറമുള്ള ബാഗ്. അതിൽ ജോലിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ, 5000 രൂപ പണം, കുറച്ച് വസ്ത്രങ്ങൾ എന്നിവയുണ്ടായിരുന്നു. രഘു മറുപടി നൽകി. ജയകുമാർ ഉടൻ തന്നെ സമീപത്തെ സ്റ്റേഷൻ CCTV ദൃശ്യങ്ങൾ സ്കാൻ ചെയ്യാൻ ഉത്തരവിട്ടു. കൃത്യമായ സമയവും സ്ഥലവും തിരിച്ചറിഞ്ഞപ്പോൾ ദൃശ്യങ്ങളിൽ ഒരു ചെറുപ്പക്കാരൻ ബാഗ് എടുക്കുന്നത് കണ്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥരെ ഉടൻ തന്നെ CT പ്ലാറ്റ്ഫോം ഏരിയയിലേക്ക് അയച്ചു. ചുരുങ്ങിയ സമയം കൊണ്ട് അവർ പ്രതിയെ കണ്ടെത്തി. ആദ്യം അയാൾ ബാഗ് തിരികെ നൽകാൻ വിസമ്മതിച്ചു. എന്നാൽ പോലീസിന്റെ ശക്തമായ ചോദ്യം ചെയ്യലിന് ശേഷം എറണാകുളം സൗത്ത് സ്റ്റേഷന്റെ പിന്നിലുള്ള ഒരു കിണറിനടുത്ത് ബാഗ് ഒളിപ്പിച്ചെന്ന് അയാൾ സമ്മതിച്ചു. ബാഗ് കേടുപാടുകളില്ലാതെ കണ്ടെത്തി. ഒന്നും തുറന്നിരുന്നില്ല, ഒന്നും നഷ്ടപ്പെട്ടിരുന്നില്ല. രഘുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഇത്രയും പെട്ടെന്ന് സഹായം ലഭിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല, അദ്ദേഹം പറഞ്ഞു. ജയകുമാർ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. നിങ്ങൾ അനുഭവിച്ചത് ഒരു ശിക്ഷയായിരുന്നില്ല, അത് ജീവിതത്തിൽ ജാഗ്രത പാലിക്കാനുള്ള ഒരു പാഠം മാത്രമായിരുന്നു. ആ വാക്കുകളുടെ അർത്ഥം രഘുവിന് മനസ്സിലായി. അന്ന് രാത്രി അദ്ദേഹം ഒരു ലോഡ്ജ് കണ്ടെത്തി താമസിച്ചു. അടുത്ത ദിവസം വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്തു. ഹൃദയത്തിൽ ഒരു ചെറിയ ഭയം അവശേഷിച്ചിരുന്നെങ്കിലും അതിനേക്കാൾ ശക്തമായ ഒന്ന് മനസ്സിൽ വേരൂന്നിയിരുന്നു: കേരള പോലീസിന്റെ സമയബന്ധിതമായ പ്രവർത്തനത്തിലുള്ള വിശ്വാസം. ഒടുവിൽ വീട്ടിലെത്തിയപ്പോൾ അമ്മയുടെ ചായയും പുഞ്ചിരിയും ആ നീണ്ടതും വൈകാരികവുമായ യാത്രയ്ക്ക് ഏറ്റവും സന്തോഷകരമായ അന്ത്യമായി.